അപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജ്യോതിഷത്തിൽ രത്നങ്ങളുടെ പ്രാധാന്യം ആണ് നമ്മൾ പറഞ്ഞത്. ഒരു 9 ഭാഗമായിട്ട് അത് തീർക്കാമെന്നായിരിക്കണം. ഇന്ന് 3-ാമത്തെ ഭാഗം അത് പവിഴത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് പ്രപഞ്ചത്തിലെ പ്രകാശ ഊർജത്തിൻ്റെ വർണ്ണരശ്മികൾ രത്നങ്ങൾ ശേഖരിച്ച് ധരിക്കുന്ന ആളിലേക്ക് എത്തിക്കുന്നു. ഋഗ്വേദത്തിൽ ഇവയെക്കുറിച്ച് പരാമർശിച്ച് കാണുന്നുണ്ട്. അതുപോലെ ജ്യോതിഷ ആചാര്യനായ വരാഹമിഹിര ആചാര്യൻ അദ്ദേഹവും ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്ന രത്നങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അവ ആധുനിക ഭാരതീയ ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ അത് ഏതൊക്കെയാ? മാണിക്യം, മുത്ത്, പവിഴം, മരതകം, പുഷ്യരാഗം, വജ്രം, ഇന്ദ്രനീലം, ഗോമേതകം, വൈഡൂര്യം, ഇതൊക്കെയാണ് രത്നങ്ങൾ. ഇവ യഥാക്രമം രവി, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു ഇവകളെ പ്രതിദാനം ചെയ്യുന്നു ക്രമത്തിൽ. ഇന്ന് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് പവിഴം എന്ന രത്നത്തെ കുറിച്ചാണ്. ഇംഗ്ലീഷിൽ പവിഴത്തിന് കോറൽ എന്ന് പറയും. ഇത് കുജൻ അല്ലെങ്കിൽ ചൊവ്വയുടെ രത്നമാണ്. ജ്യോതിഷത്തിൽ ചൊവ്വ നമ്മുടെ ഗ്രഹനിലയിലെ ദുർബലനായിരിക്കുന്ന ആ ചൊവ്വയെ അനുകൂലനാക്കുവാനും അതുവഴി നല്ല ഫലങ്ങൾ അനുഭവിക്കാനുമാണ് പവിഴരത്നം സാധാരണ ധരിക്കാറുള്ളത്. ചൊവ്വ ജാതകത്തിൽ പ്രധാനമായും സ്വാധീനിക്കുന്നത് ധൈര്യം, സഹോദരീ സഹോദരന്മാർ, വലത് ചെവി, ബന്ധുക്കൾ, സ്നേഹിതന്മാർ, സഹായികൾ, പരാക്രമം, അതുപോലെ നമ്മുടെ ശരീരത്തിൽ തൊണ്ട, നന്മ, വിദ്യ, ശുദ്ധമായ ആഹാരം, വൈധവ്യം, മാംഗല്യം, ശത്രു, സ്വർണം, ശസ്ത്രക്രിയാദി പ്രവർത്തികൾ, അലച്ചിൽ, ശരീരബലം, പിന്നെ ഉത്സാഹം തുടങ്ങിയവയാണ് സംഗതി സ്വാധീനിക്കുന്നത്. പിന്നെ ഒരുപാടുണ്ട്, ഇത് പ്രധാനപ്പെട്ടത്. ഈ പറഞ്ഞവുമായി ബന്ധപ്പെട്ട എല്ലാ കുറവുകൾക്കും പരാജയങ്ങൾക്കും ഇവയുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിയാതെ പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് കാരണം ജാതകത്തിൽ ചൊവ്വ ആ വ്യക്തിക്ക് അനുകൂലനല്ല എന്നുള്ളതാണ്. ചൊവ്വയുടെ രത്നമായ പവിഴം ധരിച്ചാൽ ഈ പ്രശ്നങ്ങളിൽ നല്ലൊരു ശതമാനം വരെ അതിജീവിക്കുവാൻ കഴിയും. അതായത് ദാഹം, രക്തകോപം, പിത്തജ്വരം, അഗ്നിദാഹം, വിഷം, ആയുധങ്ങളെ കൊണ്ടുള്ള മുറിവ്, നേത്രരോഗം, ഗുൽമൻ, അപസ്മാരം, മജ്ജരോഗം, രാക്ഷസ ഗന്ധർവ ബാധകൾ, ശിരസിന് മുകളിൽ വരുന്ന രോഗങ്ങൾ, വിവാഹത്തിനുള്ള കാലതാമസം, ചൊവ്വാദോഷം, ഇക്കാര്യങ്ങൾക്ക് രോഗങ്ങൾക്ക് പ്രതിവിധിയായും ഇവ ഉണ്ടാകാതിരിക്കാനും പവിഴരത്നം ശരീരത്തിൽ അണിയുന്നത് ഉത്തമമായിരിക്കുമെന്ന് ആചാര്യന്മാർ പറയുന്നു. ചൊവ്വയുടെ ദോഷഫലങ്ങളെ അകറ്റി നിർത്തുകയും ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കുകയുമാണ് പവിഴം സാധാരണഗതിയിൽ ചെയ്യുന്നത്. നല്ല പവിഴം വൈധവ്യത്തെ തടയുകയും ദുസ്വപ്നങ്ങൾ കാണാതിരിക്കുകയും ശത്രുക്കളെ ജയിക്കുകയും ആരോഗ്യനാവുകയും തുടങ്ങിയ ഗുണഫലങ്ങൾ പൊതുവെ നൽകുന്നു. കൃത്രിമ പവിഴം വളരെ ഏറെ ദോഷഫലങ്ങൾ ചെയ്യും. കടം വന്നുകൂടുക, കൃത്രിമ പവിഴം ധരിച്ചാൽ കടം വന്നുകൂടുക, അല്ലെങ്കിൽ സ്വയം കടം ഉണ്ടാക്കുക, കലഹം ഉണ്ടാക്കുക തുടങ്ങിയ ദോഷഫലങ്ങൾ പ്രകടമാവും. ചൊവ്വ പാപഗ്രഹവും ആഗ്നേയഗ്രഹവും ആകയാൽ യഥാർത്ഥ പവിഴം മാത്രം ധരിക്കുക. അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വിശദമായി പറഞ്ഞു തരുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ ചാനൽ മുഴുവനായി കാണാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.